നമസ്കാരം. അപ്പോൾ അല്ലു അർജുൻ്റെ പുഷ്പ 2 കണ്ട ഒരു പ്രേക്ഷകൻ ഒരു പ്രതിഷേധവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഒരു ചിത്രം റിലീസ് ചെയ്യുമ്പോൾ വെളുപ്പിന് 4 മണി 4:30 ആ ഒരു സമയം മാറ്റിപ്പിടിക്കണം എന്നൊരു അഭിപ്രായവുമായിട്ടാണ് ഈ ഒരു പ്രേക്ഷകൻ വന്നിരിക്കുന്നത്. ഈ പ്രേക്ഷകന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു പോകാം. എങ്ങനെയുണ്ട് അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന് പറയുന്ന ഈ ഒരു ചിത്രം? എന്താണ് പറയാനുള്ളത്? പുഷ്പ 2 എന്ന് പറഞ്ഞാൽ അതായത് സാധാരണഗതിയിൽ ഫസ്റ്റ് ഷോ 4 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയും കേരളത്തിൽ 4 മണിക്ക് റിലീസ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം 4 മണിക്ക് റിലീസ് ചെയ്യുമ്പോൾ ഈ ആൾക്കാരെല്ലാം വരുന്നത് സിനിമ കാണാനായിട്ട് വരുന്നവരല്ല, ഉറങ്ങാൻ വരുന്നവരാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തിലുള്ള അഭിപ്രായം പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നിട്ട് അവർ ആ പടത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഭയങ്കര ലാഗിങ് ആണ്. പക്ഷേ ഈ പടം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറും 3.5 മണിക്കൂറിന് അടുത്ത് വരുന്ന ഒരു പടമാണ്. അപ്പോൾ ഈ പടം 4 മണിക്ക് കണ്ടവരുടെ അവസ്ഥ എന്താകും എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ മതി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 12 മണിക്ക് ശേഷം 7 മണിക്കും ഇടയ്ക്ക് കേരളത്തിൽ ഒരു പടങ്ങളും റിലീസ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല. കുറേ ഫാൻസുകാരും വരും, അല്ലാത്തവരും എതിരാളികളും വരും. ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാനുള്ള ഒരു പടത്തിൻ്റെ എതിരാളികളായിട്ടുള്ള ആൾക്കാരും വരും, ഫാൻസുകാരും വരും. അതല്ല ശരിയായിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. റിവ്യൂ എന്ന് പറയുന്നത് ഒരു 2-3 ഷോ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ശരിയായിട്ട് നിഷ്പക്ഷമായ റിവ്യൂ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി നമുക്കറിയാം, മറ്റേ സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ പോലും ഇതിനകത്ത് കുറേ കാസ്റ്റിങ്ങൊക്കെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷനും പിന്നെ ആർട്ടിസ്റ്റ് കോർഡിനേഷനും എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം, പാട്ടും ആക്ഷൻ സൂപ്പർ ആക്ഷനാണ്. അല്ലു അർജുൻ്റെ ഡാൻസിൻ്റെ കാര്യത്തിൽ അല്ലു അർജുൻ ഒരുപാട് ടോപ്പിലാണ്, പൊളിയാണ്. കാരണം ഭയങ്കര സ്പീഡായിട്ടുള്ള ഡാൻസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരാളാണ്. നമ്മുടെ കഷ്ടപ്പെട്ടാണ് ഓരോ സ്റ്റെപ്പുകളും. അതെ, ആ ഡാൻസ് ഫൈറ്റൊക്കെ ചെയ്യാൻ അല്ലു അർജുൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് നമുക്ക് പ്രശ്നം തോന്നും. കുറച്ച് സെൻറ്റിമെൻറ്റ് സീന് വേണ്ടി മാത്രം ചെയ്ത പോലെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ ചെറിയ പോരായ്മകളും നോക്കിക്കഴിഞ്ഞാൽ പടം ഒരു മാസ് എൻ്റർടൈനറാണ്. അതായത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സിനിമ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പടം ഒട്ടും നിരാശപ്പെടുത്തില്ല. ശരിക്കും ഈ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തരം പ്രായക്കാരും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരേ ഒരു നടൻ അല്ലു അർജുനാണെന്നാണ് ഇപ്പോൾ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ലു അർജുൻ കഴിഞ്ഞ പുഷ്പയോടുകൂടി തന്നെ കേരളത്തിലെ മല്ലു അർജുനായി മാറി. അത് വളരെയധികം പ്രാധാന്യമുള്ള ടോക്കിംഗ് ആണ്. കാരണം അല്ലു അർജുൻ എന്നുള്ള നടൻ മലയാളികൾക്ക് മല്ലു അർജുനായിട്ട് മാറിയിരിക്കുകയാണ്. അത് പുള്ളീനെ ആൾക്കാർ ഒരുപാട്, ഇവിടുത്തെ യൂത്ത് വിഭാഗങ്ങൾ അല്ലു അർജുനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മളിവിടെ വന്നപ്പോൾ, എറണാകുളത്ത് വന്നപ്പോൾ എനിക്ക് ഞാൻ അറിഞ്ഞില്ല സംഭവം. അത് നഷ്ടമായിപ്പോയി, തീരാ നഷ്ടമായിപ്പോയി. ഞാൻ ലുലുവിലാന്ന് ലുലുവിലല്ല, മാരിയറ്റിലായിരുന്നു. അല്ല, മാരിയറ്റും അല്ല, അത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ പോയില്ല. കാരണം ഞാനന്ന് അങ്ങനെ ഒന്നും പോകില്ല. കാരണം ചേട്ടാ അത്രയും തിരക്കുകളടുത്തൊന്നും എനിക്ക് എത്താൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ സുകുമാരൻ്റെ സംവിധാനം നല്ലതാണ്. കാരണം ഒട്ടും ബോറടിക്കാത്ത രീതിയിലൊക്കെ പുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 3.5 മണിക്കൂർ ആയതുകൊണ്ടുള്ള കുറച്ച് ദോഷങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ ലാഗ് ചെയ്തതായിട്ട് തോന്നുന്നു. പടം ശ്രദ്ധയോട് കണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പടം നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിൽ എല്ലാ വിഭാഗങ്ങളും ചേർന്നിട്ടുണ്ട്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ അഭിനയം, ഇത് അല്ലു അർജുനും ഫഹദ് ഫാസിലും തമ്മിലുള്ള ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ അവർ തമ്മിലുള്ളൊരു കോമ്പറ്റീഷനാണ്. അതിൻ്റെ സസ്പെൻസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് മുന്നേ 3-ാം ഭാഗം വരുന്നവർ എഴുതി കാണിച്ചിട്ടുണ്ട്. 3-ാം ഭാഗം വരാൻ സാധ്യത എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 3-ാം ഭാഗത്തിൽ എന്താണ് വരാൻ പോകുന്നതെന്നുള്ളതിൻ്റെ നമുക്ക് ചെറിയൊരു ക്ലൂ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഞാൻ പറയൂല. എന്തായാലും എന്നെ സംബന്ധിച്ചോളം പടം എനിക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ 8:30 മണിക്കാണ് പടം കണ്ടത്. അല്ലാതെ 4 മണിക്കൊന്നും ഇനി ഏത് പടമാണെങ്കിൽ തന്നെ ഓസ്കാർ അവാർഡ് കിട്ടിയ പടങ്ങളാണ് ഇപ്പോഴും ഞാൻ 4 മണിക്ക് പടം കാണാമെന്നുള്ള. എനിക്ക് 4 മണിയൊക്കെ സമയം ഉറങ്ങാനുള്ളതാണ്. എന്നാൽ മാത്രമേ റിവ്യൂ നന്നായിട്ട് പറയാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. റിവ്യൂ പറയുന്നതിൽ ഞാനൊന്നും പറയുന്നില്ല. ചില ആൾക്കാർ സ്ഥിരം റിവ്യൂ പറയുന്ന ആൾക്കാരാണ്. അവരുടെ ധാരണ വെച്ചിട്ട് അവർ റിവ്യൂ പറഞ്ഞാലാണ് ഈ സിനിമ ഓടുകൊള്ളുന്നതാണ് അങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ചില ആൾക്കാർ സ്വയം ധരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞ വാക്കുകൾ ഡീഗ്രേഡ് അടിക്കുന്നവന്മാരുടെ ശങ്കിനാണ് ഇട്ടുകൊണ്ടാണ്. ശങ്കിൽ ശരിക്കും തറഞ്ഞ് കയറിയേക്കാണ്.
അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രേക്ഷകർക്ക് ബുദ്ധി വെച്ച് തുടങ്ങി. കാരണം ഞാൻ ആദ്യം റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ പടം ഓടില്ല. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാ. റിവ്യൂ പറഞ്ഞാലും ഇല്ലെങ്കിലും സിനിമ കാണാൻ ഉദ്ദേശിച്ച പ്രേക്ഷകർ തീർച്ചയായിട്ടും കണ്ടിരിക്കും. നല്ലൊരു ചിത്രമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കും. പിന്നെ അത് റിവ്യൂവിന് തന്നെ അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാനലുകാർ, യൂട്യൂബർമാർ, ചാനലുകാരെല്ലാം അത് ചെയ്യുന്നത്. അത് അവരുടെ പ്രൊഫഷനാണ്. ഞാൻ അതിനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നില്ല. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അവരാരും കക്കാനും പിടിക്കാനൊന്നും പിടിച്ചു പറിക്കാനൊന്നും പോകുന്നില്ല. അവർക്കറിയാവുന്ന തൊഴിൽ റിവ്യൂ ആണെങ്കിൽ റിവ്യൂ ഇതൊക്കെ ചെയ്ത് അവർ ജീവിക്കുന്നതിനോട് അതിനൊന്നും ഞാൻ എതിരല്ല. അപ്പോൾ ഈ ഒരു പ്രേക്ഷകന്റെ മൂല്യവത്തായുള്ള അഭിപ്രായങ്ങൾ രണ്ടെണ്ണമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ അഭിപ്രായമാണ് വെളുപ്പിന് 4 മണിക്കോ 4:30ക്കോ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. കാരണം വെറുതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണ് മഞ്ഞ എന്നാണ് പറഞ്ഞത്. അത് ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഫാൻസുകാർക്ക് എന്തായാലും കണ്ടു തുറന്നിരുന്ന് കാണുന്ന ടീമാണ്. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചിത്രം ഏതായാലും നല്ല രീതിയിൽ തന്നെ കണ്ടതിന് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നൽകുന്ന ആളുകളാണ് ഓരോ പ്രേക്ഷകരും. അതുകൊണ്ട് 100-ൽ 98% അത് പറയാൻ പറ്റില്ല. 10%, 20% ഒക്കെ പറയാം. പക്ഷേ ഒത്തിരി ഡീഗ്രേഡ് അടിക്കുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി കൂതറ മീഡിയാസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ റിലീസായി കഴിഞ്ഞതിന് ശേഷം ആ ദിവസം തന്നെ ഡീഗ്രേഡ് അടിച്ച് മറ്റുള്ള പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുകയും വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് കൂതറ മീഡിയാസ് ഉണ്ട്. അവർക്കൊരു ചുട്ട മറുപടിയാണ് ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡീഗ്രേഡ് അടിക്കുന്ന കുറച്ച് കൂതറ മീഡിയാസിന് ഒരു അഹങ്കാരമുണ്ട്. ആ ഒരു അഹങ്കാരത്തിന്റെ മുൾമുന ഒടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു പ്രേക്ഷകൻ ഓപ്പൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ ഒരു ഐ ആം വെയിറ്റിംഗ്.